കൺസർവേറ്റിസം കൺസെപ്റ്റ് അതിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രുഡൻസ്. അപ്പോൾ ഏതാണ് കൺസെപ്റ്റിൻ്റെ പേര്? കൺസർവേറ്റിസം. ഇപ്പം ശരിയാക്കി തരാം, നോക്കൂ. വൈ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. അടുത്ത്, വാട്ട് ഈസ് ദ ലോജിക് ഓഫ് ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്? ക്ലിയർ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം നമ്മളൊരു എക്സാമ്പിൾ എടുക്കട്ടെ. 31 ഡിസംബർ 2019 ഒരു പെയിൻറ് ഷോപ്പ് അവരുടെ സ്റ്റോക്ക് എടുപ്പ് നടത്തി. അപ്പോൾ അവരുടെ ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത് അവർ സ്റ്റോക്ക് എടുപ്പ് നടത്തിയപ്പോൾ 20,000 രൂപയാണ്. 20,000. ഓക്കെ അല്ലേ? യെസ്. ഇതിനെ നമുക്ക് കോസ്റ്റ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? കോസ്റ്റ്. ഇനി ഇതേ സാധനത്തിൻ്റെ ഇപ്പോൾ മാർക്കറ്റിലെ വില, മാർക്കറ്റ് പ്രൈസ് പറയുന്നത് 18,000 ആണെന്ന് കരുതാം. ഓക്കെ ആണോ? യെസ്. നിങ്ങൾ ഇതിലെ ഏത് ക്ലോസിംഗ് സ്റ്റോക്കാണ് അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുക എന്നാണ് ചോദ്യമെങ്കിൽ വായിച്ചു നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഏതാ? 20,000. ഓർ മാർക്കറ്റ് പ്രൈസ് ഏതാ? 18,000. വിച്ച് എവർ ഈസ് ലോവർ. ഏതാണ് ലോവർ? 18,000 ആണ് നിങ്ങൾ വാല്യൂ ചെയ്യേണ്ടത്. ഏതല്ല? 20,000 അല്ല. ഓക്കെ അല്ലേ? കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. ക്ലിയർ? ഇതെല്ലാം ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി തരാം. മാർക്കറ്റ് പ്രൈസിന് മാറ്റം വരുത്തി, എക്സാമ്പിളിൽ മാറ്റം വരുത്തി. മാർക്കറ്റ് പ്രൈസ് 18,000 അല്ല 22,000 ആണെന്ന് അസ്യൂം ചെയ്യാം. എത്രയാണ്? 22,000. അങ്ങനെയാണെങ്കിൽ ഈ റൂൾ ഒന്നുകൂടെ വായിച്ചു നോക്ക്. കോസ്റ്റ് എത്രയാ? 20,000. മാർക്കറ്റ് പ്രൈസ് എത്രയാ? 22,000. വിച്ച് എവർ ഈസ് ലോവർ ഏതാ? 20,000. അപ്പോൾ ഏതാ എടുക്കുക? 20,000. അപ്പോൾ എപ്പോഴും മാർക്കറ്റിലെ പ്രൈസും കോസ്റ്റും കൂടെ കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ലോവർ എടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ. അടുത്ത പോയിന്റ്, വാട്ട് ഈസ് ദ ലോജിക് ഓഫ് ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്? എന്താണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്? ആദ്യം എന്താണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് നോക്കാം. ഓക്കെ. അഥവാ ഒരു എക്സാമ്പിൾ എടുക്കാം. 31 ഡിസംബർ 2019 ഓക്കെ, ബാലൻസ് ഷീറ്റ് അഥവാ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോവാണ്. അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇപ്പം നിലവിലുള്ള ഡെപ്റ്റേഴ്സിനെ നമ്മളൊന്ന് എടുത്തു നോക്കി. ഇപ്പം നിലവിൽ 40,000 രൂപയുടെ ഡെപ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് പൈസ കിട്ടാണ്ട്. ഓക്കെ അല്ലേ? അതിനെ നമ്മൾ 3 എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യട്ടെ. ശ്രദ്ധിച്ചോളൂ, 3 ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ അല്ലേ? ഒന്നാമത് പറയുന്നത് ഗുഡ് ഡെപ്റ്റ് ആണ്. എന്താണ്? ഗുഡ് ഡെപ്റ്റ്. അങ്ങനെ പറഞ്ഞാൽ 40,000-ൽ കൃത്യമായി നമുക്ക് പൈസ തരും എന്നുറപ്പുള്ള ആളുകളുടെ എമൗണ്ട് നോക്കിയപ്പോഴാണ് 30,000. 40,000 നമുക്ക് കിട്ടാനുള്ള ഡെപ്റ്റേഴ്സ്. അസെറ്റാണ്, നമുക്കറിയാം. ഇതൊരു കറണ്ട് അസെറ്റാണെന്നറിയാം. ഓക്കെ അല്ലേ? ഇതിൽ 40,000-ൽ 30,000 നമുക്ക് കൃത്യമായി പൈസ തരുമെന്ന് ഉറപ്പുള്ള ആളുകളാണ്. ഓക്കെ. ഇനി പിന്നെയുള്ള ഒരു 6,000 എടുക്കാം, 6,000. പിന്നെ ഒരു 4,000 അല്ലേ? അപ്പം മൊത്തം എത്രയായി? 40,000 ആയി. ഇതിൽ ഈ 6,000 ബാഡ് ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ 100% പൈസ തരില്ല എന്ന് ഉറപ്പുള്ള ആളുകളാണ്. ഓക്കെ അല്ലേ? ആദ്യം പറഞ്ഞ ഏതാണ്? ഗുഡ് ഡെപ്റ്റ് ആണ്. രണ്ടേതാ? ബാഡ് ഡെപ്റ്റ് ആണ്. ഇതെന്താ? ഇത് 100% പൈസ കിട്ടും, ഇത് 100% പൈസ കിട്ടില്ല. എന്നാൽ അതിൻ്റെ ഇടയിൽ മറ്റൊരു കാറ്റഗറി ഉണ്ട്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്? അങ്ങനെ പറഞ്ഞാൽ 4,000 രൂപയുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടില്ല. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്ന പോലെ ഈ പൈസ കിട്ടാനും കിട്ടാതിരിക്കാനും തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുകളിൽ എന്ത് ചെയ്യും? ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. എന്താണ് പ്രൊവിഷൻ? ഓക്കെ അല്ലേ? യെസ്. വിച്ച് മീൻസ് ഭാവിയിലുണ്ടാകുന്ന നഷ്ടം നമ്മൾ ഇപ്പോൾ തന്നെ കാണുകയാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയുള്ള ലോജിക്. അഥവാ ഈ പറയുന്ന എമൗണ്ട് നമ്മൾ എന്നാണുള്ളത്? 31 ഡിസംബർ 2019 അല്ലേ? അന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അടുത്ത കൊല്ലം നമുക്ക് ഈ എമൗണ്ട് എങ്ങാനും കിട്ടാതിരുന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ബാഡ് ഡെപ്റ്റ് നമുക്ക് 100% ഉറപ്പാണ്, കിട്ടില്ല. ഇതേപോലെ ഒരു 4,000 രൂപ നമുക്ക് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആണ്, കിട്ടാതിരിക്കാം.
അത് കിട്ടാതിരുന്നാൽ നമുക്കൊരു നഷ്ടമാവില്ലേ? അപ്പോൾ ഭാവിയിൽ നമ്മുടെ ഒരു ലോസ് ആവാൻ സാധ്യതയില്ലേ? അങ്ങനെ ആൻറ്റിസിപ്പേറ്റഡ് ലോസ്, അങ്ങനെ പറഞ്ഞാൽ എന്താ? ഭാവിയിൽ ഉണ്ടാകാവുന്ന നഷ്ടത്തെ ഇപ്പോൾ തന്നെ കൺസിഡർ ചെയ്തു വെക്കുന്നതിനെയാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ലോജിക്. ഭാവിയിൽ ഉണ്ടാകാവുന്ന നഷ്ടത്തെ ഇപ്പോൾ തന്നെ കൺസിഡർ ചെയ്ത് വെക്കുന്ന സിറ്റുവേഷനാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അതിൻ്റെ ബിഹൈൻഡുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റും ഏത് തന്നെയാണ്? ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന കൺസർവേറ്റിസം കൺസെപ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് ഓർ ഈസ് ലോവർ, അതിൻ്റെ ബിഹൈൻഡുള്ള കൺസെപ്റ്റ് കൺസർവേറ്റിസം. അതേപോലെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ബിഹൈൻഡുള്ള കൺസെപ്റ്റ് ഏത് തന്നെയാണ്? കൺസർവേറ്റിസം. ഓക്കെ, കൺസർവേറ്റിസം ജസ്റ്റ് വായിക്കാം. ദ അക്കൗണ്ടന്റ് ഷുഡ് നോട്ട് ആൻറ്റിസിപ്പേറ്റ് ഇൻകം. ഭാവിയിൽ ഉണ്ടാകാവുന്ന ഇൻകം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? കൺസിഡർ ചെയ്യരുത്. പക്ഷെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ലോസ് എങ്ങാനും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത് കണക്ട് ചെയ്യാം. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇൻകം വരാൻ ഉണ്ട് എന്ന രീതിയിൽ എന്ത് ചെയ്യണ്ട? വല്ലാണ്ട് ടെൻഷനോ അല്ലെങ്കിൽ ഹാപ്പിയോ ഒന്നും വേണ്ട. പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ വരാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബാധ്യത വരാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അതിനു വേണ്ട പരിഹാര മാർഗങ്ങൾ കണ്ടുവെക്കണം. ഓക്കെ അല്ലേ? ഇൻകം വരില്ലേ, കുഴപ്പമില്ലല്ലോ, ടെൻഷൻ അല്ലല്ലോ. പക്ഷെ അതുപോലെ അല്ലല്ലോ എന്തെങ്കിലും ഭാവിയിൽ എക്സ്പെൻസ് വരാനുണ്ടെങ്കിൽ, ഓക്കെ അല്ലേ, നിങ്ങൾ അതിന് കരുതി വെക്കണം. അതേപോലെ തന്നെ ഒരു കരുതലാണ് നമ്മുടെ ഈ പ്രൊവിഷനും. ഓക്കെ, ഇൻ അക്കൗണ്ടിങ് ഷുഡ് കൺസിഡർ ദ ആൻറ്റിസിപ്പേറ്റഡ് ലോസ്. ആൻറ്റിസിപ്പേറ്റഡ് ലോസ് അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യണം. സേഫ് ആക്കി വെക്കാനാ മക്കളെ, സേഫ്റ്റി. അതാണ് ഈ കൺസെപ്റ്റിൻ്റെ ബിഹൈൻഡ് ഉള്ളത്. എപ്പോഴും സേഫ് ആവുക. ഭാവിയിലെങ്ങാനും നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അതാ പറയുന്നതിന് അക്കൗണ്ടിങ് ഷുഡ് കൺസിഡർ ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ഓർ എക്സ്പെൻസ് ബട്ട് വിൽ നോട്ട് കൺസിഡർ ആൻറ്റിസിപ്പേറ്റഡ് ഇൻകം. ഭാവിയിൽ വരാവുന്ന ഇൻകംസ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട? അക്കൗണ്ട്സിൽ കൺസിഡർ ചെയ്യണ്ട. പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ഓൾ നോൺ ലയബിലിറ്റീസ്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ലയബിലിറ്റീസിന് മുകളിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. ലോസ് ഈവൻ ദോ the amount cannot be determined with the certainty. നേരത്തെ നമ്മൾ 4000 എന്ന് പറഞ്ഞില്ലേ, ഇത് സെർട്ടൈൻ ആണോ? ഇത് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടോ ഈ 4 ആവും എന്നുള്ളത്? അത് കൂടാം കുറയാം. അപ്പോൾ ഏകദേശം ഒരു എമൗണ്ട് എടുത്തിട്ട് നമ്മൾ അതിന് പ്രൊവിഷൻ കരുതി മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഇമ്പാക്റ്റുകൾ നോക്കാം. നമ്പർ 1 പറയുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഈസ് ക്രിയേറ്റഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ആക്ച്വൽ ബാഡ് ഡെപ്റ്റ്. ഇത് ആക്ച്വൽ ബാഡ് ഡെപ്റ്റിന്റെ മുകളിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നാണോ പറയുന്നത്? അല്ല, ഭാവിയിൽ ഉണ്ടാകാവുന്ന ആക്ച്വൽ ഭാവിയിൽ ഉണ്ടാകും. ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ എന്താ? മുൻകൂട്ടി നമ്മൾ കരുതുക അല്ലെങ്കിൽ മുൻകൂട്ടി കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഭാവിയിൽ അത് ഉണ്ടാകും എന്ന് കരുതി ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവറിൽ എന്ത് ചെയ്യുക? വാല്യൂ ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ ബിഹൈൻഡ് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, നോക്കാം. ദ പോളിസി ഓഫ് ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. ബട്ട് പ്രൊവൈഡിങ് ഫോർ ഓൾ പോസിബിൾ ലോസ്. ഭാവിയിൽ ഉണ്ടാകുന്ന ലോസുകൾക്ക് വേണ്ടി ഇപ്പം തന്നെ എന്ത് ചെയ്യാം? ഒന്ന് കരുതി വെക്കാം എന്നുള്ളതാണെന്ത്? എറൈസ് ഡ്യൂ ടു ദ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. അടുത്ത് മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. മാച്ചിങ് കൺസെപ്റ്റാണ്. മാച്ചിങ് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടത് ഏതാ അറിയോ? സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരം ലേബറിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യില്ല? റെക്കോർഡ് ചെയ്യില്ല. കൺസർവേറ്റിസം കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആണ് കൺസർവേറ്റിസം കൺസെപ്റ്റിൻ്റെ. വൗച്ചറൊക്കെ ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? വെരിഫയബിൾ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടിയിൽ ആൻസർ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. സിമ്പിൾ. ഓക്കെ അല്ലേ? എയുടെ 2 ആണ്, ശരിയാണ് അല്ലേ? സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ബിയുടെ 3 ആണ്, എഫിഷ്യൻസി ഓഫ് ലേബർ, ശരിയാണ്. സിയുടെ പറയുന്ന കൺസർവേറ്റീവ്സ് ഏതാ പറയുന്നത്? 4 ആണ്, പ്രൊവിഷൻ കറക്റ്റാണ്. വൗച്ചർ ഏതാ പറയുന്നത്? 1 ആണ് പറയുന്നത്. യെസ്. അടുത്ത്, എ ഫേം ഡിസൈഡഡ് ടു മേക്ക് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 10% ഓൺ ഡെപ്റ്റേഴ്സ് ഫോർ ദി ഇയർ 2010-30. ഓക്കെ, ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നെയിം ദ റെലവൻറ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അപ്ലൈഡ് ഹിയർ ആൻഡ് എക്സ്പ്ലെയിൻ ആണ്. നെയിം പറഞ്ഞിട്ടുണ്ട്, കൺസർവേറ്റിസം മാത്രം പോരാ, അത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് ലോസ് കൺസിഡർ ചെയ്യണം, ബട്ട്
വിൽ നോട്ട് കൺസിഡർ ആൻറ്റിസിപ്പേറ്റഡ് ഇൻകം എന്നാണ് പറയുന്നത്. പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ഓൾ നോൺ ലയബിലിറ്റീസ് ആൻഡ് ലോസ് ഈവൻ ദോ ദ എമൗണ്ട് cannot be determined with the certainty. അടുത്ത് firm valued its stock at higher market price though its cost price was lower. നോക്കണേ, ഫേം ഇറ്റ്സ് സ്റ്റോക്ക് വാല്യൂ ഹയർ മാർക്കറ്റ് പ്രൈസ് ആണ്, ദോ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് വാസ് ലോവർ. നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഇട്ടാൽ ഒന്നുകൂടെ എളുപ്പമാവുന്നുണ്ടാവും, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇവിടെ ഈ സ്ഥാപനം എഫും സ്റ്റോക്ക് വാല്യൂ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 2000. ദോ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് വാസ് ലോവർ എന്ന് പറയുമ്പോൾ 1500 ഉള്ളൂ കോസ്റ്റ്. നമുക്കറിയാം കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ, ഏതിലാണ് വാല്യൂ ഉള്ളത്? 1500. പക്ഷെ ഇവരിപ്പോൾ തെറ്റായിട്ട് ഏതിലാണ് വാല്യൂ ഇതുള്ളത്? 2000-ലാണ്. ഓക്കെ അല്ലേ? ഈസ് ദെയർ എനി വയലേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ? യെസ്. അങ്ങനെയാണെങ്കിൽ ഐഡന്റിഫൈ ദ പ്രിൻസിപ്പിൾ ഏതാ? കൺസർവേറ്റിസം. ഗിവ് ദ മീനിങ് ഓഫ് ദാറ്റ് പ്രിൻസിപ്പിൾ. സിമ്പിൾ അല്ലേ? അടിപൊളി ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതാ പറയുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് എസ്, വയലേഷൻ ഉണ്ട്. ഏത് പ്രിൻസിപ്പിളിൻ്റെ വയലേഷനാ? കൺസർവേറ്റിസത്തിൻ്റെ. ഇൻ അക്കൗണ്ടിങ് ഷുഡ് കൺസിഡർ ദ ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ഓർ എക്സ്പെൻസ് ബട്ട് വിൽ നോട്ട് കൺസിഡർ ആൻറ്റിസിപ്പേറ്റഡ് ഇൻകം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ശ്രദ്ധിക്കുക. അടുത്ത് ഐഡന്റിഫൈ ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഓർ എ കൺസെപ്റ്റ് ഇൻവോൾവിങ് ദി ഫോളോവിങ്. മിസ്റ്റർ ശ്രീനാഥ് ഓണറാണ് ബിസിനസ്സിൻ്റെ. 10,000 രൂപ ബിസിനസ്സിൽ ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ആ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ എമൗണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അഥവാ നമ്മൾ ജനറലി ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ, വിച്ച് മീൻസ് ഒരു ഓണർ ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ക്യാപിറ്റൽ ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ കൺസെപ്റ്റ് നമുക്കറിയാം, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റാണ്. അടുത്ത് ഓൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് മസ്റ്റ് ഹാവ് എ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്. എവിഡൻസ് ഉണ്ടാവണം. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടാവണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതാ? ഒബ്ജക്ടിവിറ്റി കൺസെപ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ എന്ന് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ പറയുന്നത് ഏതാണ്? കൺസർവേറ്റിസം കൺസെപ്റ്റ്. ഓക്കെ.